ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പരത്തി പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് ചന്ദ്രോദയത്തിലേക്ക് വരികയാണ്. ശരത്തിനെ പോലീസുകാർ അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ ശരത്തിനെ സച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. വീട്ടിലോട്ട് വരുന്ന സച്ചിയെ കാണുന്നതും ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നോട് പറഞ്ഞില്ലേ ഇവളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരരുതെന്ന്, പിന്നെ നീ എന്തിനാണ് ഇവളെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇവളെ എൻ്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെ എൻ്റെ കൂടെ ഇവിടെ താമസിക്കുമെന്ന് പറയും. അത് എൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഞാൻ താമസിപ്പിക്കത്തില്ല. എൻ്റെ പണം കട്ടുകൊണ്ട് പോയി ഒരു കള്ളൻ്റെ പെങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ ചന്ദ്ര തീർത്ത് പറയും. അപ്പോഴത്തേക്ക് രവി അവിടെ നിൽക്കുകയാണ്. അച്ഛ കേട്ടോ അച്ഛ, ഈ അമ്മ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അച്ഛ സത്യം എന്താണെന്നുള്ളത്, പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ രേവതിയോട് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ രവി പറയും, അവൻ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ ചന്ദ്ര അങ്ങനെ സംസാരിക്കുന്നതെന്ന് പറയും. ഉടനെ ഇത് കേൾക്കുന്ന സുധി പറയും, അതെ അവൻ എൻ്റെ അമ്മയുടെ പണവും കൊണ്ടിട്ട് പോയ കള്ളനല്ലേ. എടാ നീ കൂടുതൽ സംസാരിക്കേണ്ട, നീ വലിയ സത്യസന്ധനൊന്നും അല്ലല്ലോ, നീ അച്ഛൻ്റെ എത്ര രൂപ മോട്ടിച്ചുകൊണ്ട് പോയേക്കുന്നു, അന്നൊന്നും ഇവിടെ ആർക്കും ഒരു പരാതി ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി സച്ചി ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അങ്കിളെ അവൻ കള്ളനാന്ന്. മുൻപ് ഒരു തവണ അവൻ വീട്ടിൽ കയറി വന്നപ്പോൾ അവൻ്റെ ബാഗ് പരിശോധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്കിൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇപ്പം എന്തോ പറയുന്നു, അന്ന് അവൻ മണം മോഷ്ടിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയും. പലരിടത്തിൽ നീ നിൻ്റെ വായി തോന്നുകയാണ് അനാവശ്യം വിളിച്ച് പറയല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ എന്താ അനാവശ്യം പറഞ്ഞതെന്നാ, നിൻ്റെ അളിയൻ കാണിച്ചതില്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയും. ആ ചോദിക്കും, അവൻ എന്ന് ഇവിടെ വന്നതിന് വ്യക്തമായ കാരണമുണ്ട്. എൻ്റെ ബൈക്ക് അവൻ മോട്ടിച്ചെന്നുള്ള സത്യമാണ്, പക്ഷേ ബൈക്ക് മോട്ടിച്ചതിൻ്റെ പേരിൽ അവൻ ഇവിടെ വന്ന് എല്ലാവരും ക്ഷമ പറയാൻ വേണ്ടിയാണ് വന്നത്. ആ സമയത്ത് ഈ നിൽക്കുന്ന ഓട്ടോക്കാരൻ്റെ പണവും മോട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ നിൻ്റെ ഭർത്താവും കൂടി ചേർന്നില്ലേ അവൻ്റെ ബാഗ് പിടിച്ചു വാങ്ങി പരിശോധിച്ചത്. അതിന് മാനസിക പ്രയാസത്തിൽ അവനന്ന് ചെയ്തു പോയതാ, അല്ലാതെ അവൻ മോട്ടിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്ന് പറയും. ഓ നീ നിൻ്റെ അളിയനെ ന്യായീകരിക്കുകയാണോ എന്ന് സുധി സച്ചിയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ പണം പിടിച്ചു പറയുന്ന സമയത്ത് എൻ്റെ അമ്മയെ അവൻ തള്ളിയിട്ട്, ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയുമായിരുന്നടാ എന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നു. നീ കൂടെ സംസാരിക്കേണ്ട, നീ വലിയ സത്യസന്ധനൊന്നും അല്ലല്ലോ എന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് വന്നിട്ട് പറയും, ഇത് ഞാൻ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, ഇത് ഞാൻ എന്തായാലും കേസ് കൊടുക്കും, അവൻ ജയിലിലാവും, കള്ളനാന്നൊക്കെ പിന്നെയും ചന്ദ്ര അതുപോലെ പറയുകയാണ്. അപ്പോൾ രവിയെടുത്ത് വന്ന് പറയും, അച്ഛാ സത്യം ഇതാണ്, ഞാൻ പറഞ്ഞതാ സത്യം. അന്ന് സുധിയുടെ പണം മോടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കള്ളനാക്കിയത് കൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറിയത്. അതിൻ്റെ പേരിൽ ആ പണം അവൻ തിരിച്ചു തരികയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ലെന്ന് അച്ഛനും ചെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ രവിയോട് ചോദിക്കും. എന്തായാലും മോടിച്ചതല്ലേ, രേവതിയുടെ ആങ്ങളെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇതൊന്നും നമുക്കൊരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റുന്ന തെറ്റല്ല, മാപ്പ് കൊടുക്കാൻ പറ്റുന്നതല്ല സച്ചി എന്നൊക്കെ സച്ചിയോട് രവി പറയുന്നുണ്ട്. രേവതിയും വന്ന് രവിയുടെ കാല് പിടിക്കും. അച്ഛനും കൂടി ഞങ്ങളെ കൈവിടിയല്ലേ അച്ഛൻ കൂടി ഞങ്ങളെ കൈ ഒടിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആരുമില്ല എന്ന് പറയും. മോളെ നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ നിൻ്റെ അനിയൻ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ചന്ദ്ര ഇത്രയും ശക്തമായിട്ട് പറയുന്നത്. അവൻ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ, അഥവാ അവൻ വീട്ടിൽ വരുന്ന സമയത്ത് സുധി അവനെ പരിശോധിച്ചു, അതിൻ്റെ പേരിൽ അവൻ തിരിച്ച് ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യേണ്ടത്? തിരിച്ച് അതേ കണക്ക് മോട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടാണോ അതിനുള്ള വൈരാഗ്യം തീർക്കേണ്ടതെന്നൊക്കെ രേവതിയോട് ചോദിക്കുകയാണ്. രേവതിക്ക് തിരിച്ച് പറയാൻ മറുപടി ഒന്നുമില്ല. സച്ചിൻ പറയും, അച്ഛൻ അവനൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി അതിൻ്റെ പേരിൽ കേസും ഒന്നും ആവാൻ നിൽക്കുക. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു പയ്യനാണ്, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് അച്ഛൻ അമ്മയോട് സംസാരിയില്ല, പരാതി ഇല്ലെന്ന് പറയാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞ അവൾ കേൾക്കത്തില്ല സച്ചിന്ന് രവി സച്ചിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രണ്ട് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. പോലീസുകാർ വന്നിട്ട് പറയും, നീ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നു എന്ന് സച്ചിയോട് ചോദിക്കും. സച്ചി പറയും, സാറേ അതെൻ്റെ വൈഫിൻ്റെ വീടായിരുന്നു, ഇതെൻ്റെ സ്വന്തം വീടാണ്, എൻ്റെ അമ്മയുടെ പണമാണ് മോട്ടിച്ചത്, എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറയും. ഉടനെ പറയും, ശരി ഇതൊരു കുടുംബ വഴക്കാണെന്നാലോ താൻ അവിടെ വെച്ച് പറഞ്ഞത്, ശരി ഇതൊരു കുടുംബ വഴക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് പരാതി ഞങ്ങളാക്കത്തില്ല, പരാതി ഇല്ലെന്ന് ഈ പണം മോട്ടിച്ചോണ്ട് പോയ വ്യക്തി എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയും. ആർക്ക് പരാതിയില്ല? ചന്ദ്ര അങ്ങോട്ട് അറിയിച്ചിട്ട് എനിക്ക് പരാതിയുണ്ട്, അവനെ മോഷ്ടാവാ, അവൻ എൻ്റെ പണം പിടിച്ചു പറിക്കുകയും എന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ എതിരെ എനിക്ക് കേസുണ്ട്. അപ്പുറം പിന്നെ നിങ്ങളുടെ മകനല്ലേ പറഞ്ഞ കേസില്ലെന്ന്, അവൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി അവൻ അങ്ങനെ പറഞ്ഞതായിരിക്കും, എനിക്ക് കേസുണ്ട്, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെ പേര് എനിക്ക് കേസ് തരാം, എനിക്കതിന് ആരുടെയും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ രവിയെടുത്ത് വന്നു ഒരു അച്ഛനൊന്ന് പറയച്ച അമ്മയോട്. അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കും, കേസ് കൊടുക്കലെന്ന് പറയച്ച. രേവതിയും സച്ചിയും കാര്യം പിടിച്ച് രവിയോട് പറയും. പക്ഷേ രവിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ചന്ദ്ര പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് ഉറച്ചിരിക്കുക. ആ സമയത്ത് ശ്രീകാന്തൻ പറയും, അത് ശരിയാ ഏട്ടത്തി, ശരത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്ത സമയത്ത്, ശരത്ത് പണം മോട്ടിക്കുന്ന സമയത്ത് പിടിച്ച് അമ്മയെ റോഡിൽ പിടിച്ച് തള്ളി, ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ശ്രീകാന്ത് എന്നെ അനിയൻ ചെയ്ത തെറ്റ് തന്നെ, ഞാൻ ഒരിക്കലും അവനെ ന്യായീകരിക്കുന്നില്ല, പക്ഷേ ഒരു പരാതി കംപ്ലയിൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാരും ജയിലും ഒക്കെ ആയ അവൻ്റെ പഠിത്തം എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനല്ലേ അവൻ, എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലിയിൽ എത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയവൻ എന്നൊക്കെ പറയും.
അപ്പോഴത്തേക്ക് വർഷയും പറയും എന്നാലും ശരത്ത് ഇങ്ങനൊരു റോബറി ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നൊക്കെ ശരത്തിനെ കുറ്റപ്പെടുത്തി തന്നെയാണ് വർഷയും സംസാരിക്കുന്നത്. അപ്പോൾ സച്ചി പറയും, ഓ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി, ഇപ്പോൾ ഞാനും രേവതിയും മാത്രം വേറെ ആയി ഇല്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി വിഷമിച്ച് സംസാരിക്കും. ഉടനെ ചന്ദ്ര പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് തീർത്ത് നിൽക്കുവാണ്. പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പരാതിക്കകത്ത് ചന്ദ്രമതി ഒപ്പിട്ട് കൊടുക്കും. രവിക്കോടൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പരാതിയുണ്ട്, അമ്മേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് പുറകെ വന്ന് പറഞ്ഞിട്ട് പോലും ചന്ദ്രമതി കേൾക്കത്തില്ല. നീ എന്നെ അമ്മയെന്ന് വിളിക്കാനോ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഈ വീട്ടിൽ കയറിപ്പോലോ എന്ന്, നീ ഇവിടുന്ന് ഇപ്പം ഇറങ്ങണമെന്ന് പറയും. അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കും, രേവതി ഇറങ്ങാനോ? രേവതി എങ്ങോട്ടോ? ഞാൻ ഒരു കള്ളൻ്റെ പെങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയും. ഉടനെ രവി പറയും, ചന്ദ്രയെ തെറ്റ് ചെയ്തത് ശരത്താണ്, ശരത്തിനെതിരെ നീ പോലീസിൽ പരാതി കൊടുത്തു, ഞാൻ പോലും അവനെ ന്യായീകരിച്ചില്ല. പക്ഷേ രേവതി മോളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നിനക്ക് പറ്റത്തില്ലെന്ന് പറയും. എന്തുകൊണ്ട് പറ്റത്തില്ല? ഇവിടെ അതിനെല്ലാം ഉത്തരവാദി എന്ന് പറയും. അവൾ എന്ത് തെറ്റ് ചെയ്തു? രവിയേട്ടാ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇവിടെ താമസിക്കുന്ന വീട്ടിൽ ഞാൻ താമസിക്കത്തില്ല, ഒന്നീ ഇവിടെ അല്ലെങ്കിൽ ഞാൻ, ആരുമാണോ നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറയും. എന്ത് പറഞ്ഞാലും രേവതി മോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ലെന്ന് പറയും. ഓ ശരി, എങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്യും, 30 വർഷം നിങ്ങളുടെ കൂടെ താമസിച്ച എന്നെ നിങ്ങൾക്ക് വേണ്ട, ഇന്നലെ കയറി വന്ന് നിങ്ങളുടെ മരുമോളെ മതി. ശരി, എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ റൂമിലോട്ട് കയറി ചെന്ന് ബാഗും എല്ലാം എടുത്തങ്ങ് പാക്ക് ചെയ്യാൻ, ഡ്രസ്സും എല്ലാം എടുത്തങ്ങ് പാക്ക് ചെയ്യാണ്. ഉടനെ വർഷയും ശ്രീകാന്തും ശ്രുതിയും എല്ലാവരും ചെന്ന്, അമ്മേ പോവല്ലേ അമ്മ? ഇല്ല, ഞാനിവിടെ നിൽക്കുന്നതല്ലല്ലോ നിങ്ങളുടെ അച്ഛനിഷ്ടം, അവളിവിടെ നിൽക്കുന്നില്ലേ, ശരി അവളിവിടെ നിൽക്കട്ടെ, ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ബാഗും എല്ലാം എടുത്തുകൊണ്ട് ചന്ദ്രമതി അങ്ങ് ഇറങ്ങാനായിട്ട് അങ്ങ് പുറത്തോട്ടിറങ്ങും. അങ്ങനെ അച്ഛാ തട. രേവതി എന്ന് പറയും, അമ്മേ ഞാൻ വേണമെങ്കിൽ പൊയ്ക്കോളാം, അമ്മ ഈ വീട്ട് വിട്ട് പോകുമെന്ന് പറയും. വേണ്ടടി, നീ ഇവിടെ താമസിച്ചോ, ഞാനിവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ബാഗ് കൊടുത്തങ്ങ് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് രവി പറയും, അവൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പോയാണ്, ദേഷ്യം കഴിയുമ്പോൾ അവൾ തിരിച്ചു വരുമെന്നൊക്കെ ശ്രുതിയെടുത്ത് പറയും. ആ ചന്ദ്ര അവിടെ നിന്ന് നേരെ പോകുന്നത് നേരെ ചന്ദ്രയുടെ കൂട്ടുകാരുടെ വീട്ടിലോട്ടാണ്, ഭാമേൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഭാമ ചോദിക്കും, നീ എന്താ ചന്ദ്ര ബാഗുമൊക്കെ എടുത്തുകൊണ്ട്, നീ എന്താ പുതിയ ഡ്രസ്സ് വല്ലതും മേടിച്ചോ? ഞാനിനി അവിടെ താമസിക്കുന്നില്ല ഭാമേ, ആർക്കും എന്നെ വേണ്ട, അവളെ മതി, കള്ളൻ്റെ പെങ്ങളെ മതി എന്നൊക്കെ പറയും. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ വീഡിയോ മാത്രമേ കണ്ടോളൂ. നീ അതിനുശേഷം എങ്ങോട്ട് പോയി? നീ രേവതിയുടെ വീട്ടിൽ പോയോ? ആ, ഞാൻ രേവതിയുടെ വീട്ടിൽ പോയി, അവനെ ഞാൻ പിടിച്ച് വലിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പോയത്. അപ്പോൾ അവിടെ നാട്ടുകാരെല്ലാം കൂടി എന്നെ ശ്രുതിയും തടഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്ന് പോലീസുകാരുടെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. അതിനുശേഷം അവളുടെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അവൾ പോകത്തില്ല. വേണ്ട, അവളവിടെ നിൽക്കട്ടെ, ഞാനിനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്കിൽ ശരി, നീ ഒരു കാര്യം ചെയ്തിരിക്കും, ഞാൻ എന്നിട്ട് ചായ തന്നൊക്കെ പറഞ്ഞ് ബാമേൻ്റെ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ചന്ദ്ര ബാമേൻ്റെ വീട്ടിലിങ്ങനെ കലി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ചന്ദ്രയാണോ, ഇനി ചന്ദ്ര തീരുമാനിക്കുമോ രേവതി ചന്ദ്രോദയത്തിലുണ്ടാവണോ എന്നുള്ളത്. പിന്നെ ശരത്തിനെ പോലീസുകാരുടെ കൺമുമ്പിൽ നിന്ന് സച്ചി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഈശയുടെ വീട്ടിലോട്ടാണ് ശരത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി പോലീസുകാർ കേസിൻ്റെയൊക്കെ ഒരുവിധമായതിനു ശേഷമേ സച്ചി ശരത്തിനെ വിളിച്ചുകൊണ്ട് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.